ഗൈസ് നമ്മളെ ഹൈലൈറ്റ് മാളിലാണ് ഗൈസ്. വേറെ അജ്മലയുടെ കണ്ണാടൊക്കെ കുറേ നാൾക്ക് ശേഷം ഹൈലൈറ്റ് മാളിൽ പോകുന്ന ഒരു ആവശ്യത്തിന് പോയതാണ്. ഞാൻ പിന്നീട് പറയാം. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോലൊക്കെ പോയി ജസ്റ്റ് അവിടേക്ക് ഒന്ന് കറങ്ങി. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ഓക്കെ, അജ്മലിനാണല്ലോ ഒടുക്കത്തെ ഭാഷ. അവിടെ മൊത്തം കറങ്ങുന്നത്. അങ്ങനെ ഹൈലൈറ്റ് മൊത്തം കറങ്ങി ലാസ്റ്റ് സൂഫിലേക്ക് പോയി. സൂഫിലാണല്ലോ ഒടുക്കത്തെ തിരക്ക്. ലാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചു. എങ്ങനെയൊക്കെ ടേബിൾ കിട്ടി. അവനാണല്ലോ കാക്ക നെയ്യപ്പം മന്തി കഴിക്കുമ്പോൾ തുടക്കത്തിൽ ഭയങ്കര ആവശ്യമായിരിക്കും. കഴിയാൻ നേരത്തെ ഒരു ആവശ്യം ഉണ്ടാവില്ല. നേരെ നമ്മൾ പിന്നെ ബീച്ചിലേക്ക് പോയി. ബീച്ചിൽ എന്താ ഫെസ്റ്റ് എന്തോ നടക്കുന്നുണ്ട്. വിജയ വഴിയിൽ കേരളം മുന്നോട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിലാറില്ല. അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഒരു ലോകം ഉണ്ട്. മീൻസ് കാണാൻ മാത്രം കുറേ സാധനങ്ങളുണ്ട്. ഇതുപോലെ കുറേ ഉണ്ടാക്കി കൂട്ടിയതും ഇഷ്ടം പോലെ ഉണ്ട്. അജ്മൽ അങ്ങനെ ഫുൾ വായനോട്ടം. അറിയായിട്ടൊരു കുട്ടി അവനെ നോക്കിപ്പോയി. പിന്നെ അവളെ പിന്നാലെ തന്നെ അജ്മൽ. പിന്നെ ഒരു കാര്യം, അജ്മലിന് പെണ്ണ് നോക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇന്ത്യക്ക് സീവയൊക്കെ ഓക്കെ, മറക്കരുത്. ഇയാളങ്ങനെ അത് കുറേ നേരമായി കറക്കി കളിക്കുന്ന ഒരു ലോകമുണ്ട് ഗായ്സ്, കാണാൻ മാത്രം. ഏതോ വേട്ടാവളിയെ മോളിൽ കൂടെ കുട്ടീനെയൊക്കെ പിടിച്ചോണ്ടാണ്. ഇതൊന്നും ആരും ശ്രദ്ധിക്കണ്ട. ഓക്കെ, ഏതോ പഴയ ഫിലിമൊക്കെ ഇട്ടിട്ട് ഫുഡ് കഴിച്ചാലേ എല്ലാവരും ഇരുന്ന് ഉറങ്ങണം അവിടെ. പിന്നെ ഞങ്ങൾ അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോയി. കുറേ നടക്കാണ്ട് ഗായ്സ്. ഇന്നൊന്നും തീരത്തില്ല. കുറച്ചുള്ളതെന്ന് ചോദിച്ചാൽ അകത്തേക്ക് കയറിയതാണ്. നോക്കുമ്പോൾ തീരുന്നില്ല. കോഴി എത്തി, ഡ്രസ്സ് എത്തി, അവിടെ എത്തി, മുയലെത്തി, എല്ലായിടത്തും എത്തി. ഇങ്ങോട്ട് അങ്ങനെ ഇരിക്കാനും കൂടി പറ്റുന്നില്ല. ഫുഡ് കഴിച്ച കാരണം ഒടുക്കത്തെ തിരക്ക് അതിൻ്റെ അകത്തും. സ്പൈക്ക് ചെയ്ത കോയിനൊക്കെ കണ്ട് ഗായ്സ്. ആദ്യമായിട്ട് സ്പൈക്ക് ചെയ്ത കോയിനൊക്കെ കാണുന്നത്. അവിടെ കോയിനൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ അവർ. പിന്നെ സ്പൈക്ക് ചെയ്ത് കോഴി എത്തി, ഒരു രക്ഷയില്ല. അവിടെ നിന്ന് നമ്മൾ നേരെ മിഠായി തെരുവിലേക്ക് പോയി. അവിടെ ഞങ്ങൾ ഒടുക്കത്തെ തിരക്കാണ്. കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു. ഓക്കെ, ബൈ.